ഇന്നലെ ഞാനതിന് 2-3 ചെറിയ ചുള്ളലെടുത്ത് പൊട്ടിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം ഞാൻ കൊണ്ടുവച്ചത്. അതൊക്കെ കഴിഞ്ഞിട്ടൂലമ്മ. മറ്റാൾ ഇതാ വരുന്നുണ്ട്, പിന്നാലെ വരുന്നുണ്ട്. ഇതല്ലേ അല്ല അമ്മ, അത് ഇങ്ങനെ തന്നെ ഇട്ടാ മതി. ഇനി അങ്ങനെ തന്നെ ഇട്ടാൽ കരിയല്ലേ? കരിയല്ലോ. അല്ല മറ്റേ വാഴയാണിത്. വാഗേ കത്തില്ലാത് കൊണ്ടച്ചാണി. വാ കുഞ്ഞാറ്റെ, നമുക്ക് വിറക് കൊണ്ടയ്ക്കുക. വിറക് അല്ല, വിറക് വെട്ടിയിട്ടേ വിറക് കത്തിക്കാൻ കുറച്ച് കമ്മിയാണ് ഇല്ലമ്മ. വിറകൊക്കെ കഴിഞ്ഞു നമ്മുടെ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെയും? എല്ലാവരും സുഖമായിരിക്കണോ? പിന്നെ എടുത്തേക്കമ്മ. കുഞ്ഞാറ്റെ വീഴും വീഴും. അങ്ങോട്ട് എടുത്തിട്ടാ മതി. ഞാൻ വരാൻ പറ്റിയെങ്കിൽ ഞാൻ വരാം. എവിടെ നമ്മുടെ ഇത് അമ്മ, എന്താ പറയുക, കയപ്പയ്ക്ക എവിടെ തൂങ്ങി നോക്കട്ടെ. ഇത് ശരി, അത് ഉണ്ടാവും തോന്നുന്നുണ്ട് കേട്ടമ്മ. അത് അല്ലേ? വേണ്ടോ ഒന്ന് കേട്ടോ, ഞങ്ങളുടെ കയപ്പയ്ക്ക തോട്ടമൊന്നും പറയാലോ കേട്ടോ. അത് പണ്ട് പൊളിച്ചതാണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എവിടെ ഇപ്പം അത്? അതവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതുണ്ടോ, ഇതാണ് സംഭവം. അവൻ കുറച്ച് വലുതായിട്ടുണ്ട്, പറിക്കാനാവണുള്ളൂ കേട്ടോ. പോയി നിന്നിക്ക അവള്, എന്നിട്ട് ഉറുമ്പ് അടിക്കണൂന്ന്. പൂള് പെറുക്കിടാനല്ലേ അതിൻ്റെ. നിക്ക് പൊന്നെ മാറേ, അമ്മ പോട്ടെ. അത് പെറുക്കിയിട്ടെ, അവിടെ വെയിലാണ്. അമ്മമ്മക്ക് ഇത് കുഴയത്രേ. ചൂല് അമ്മമ്മയ്ക്ക് കൊടുത്താ? അമ്മമ്മയ്ക്ക് കൊടുക്ക്. അമ്മയ്ക്ക് കൊടുക്ക്. അമ്മക്കിതായോ? അവള് തരില്ല അമ്മ. അമ്മയ്ക്ക് കൊടുക്ക് ചൂലായി. ഇവിടെ അടിച്ചു വരട്ടെ. അമ്മ ഈ പൂള് പെറുക്കി, ആ പൂളൊക്കെ പെറുക്കിയിട്ടെ. വിറകിന്റെ പൂളായി വേണ്ട, കച്ചറ ഉണ്ടാക്കും. നമുക്ക് ഇങ്ങനെ പെറുക്കിയിടാം. കൊടുക്കടി. അവളുണ്ടോ അപ്പൊ അതൊക്കെ തരുന്ന അമ്മ? നല്ല ആളോടാ പറയുന്നത് നമ്മള്. വിറകൊക്കെ കൊണ്ടക്ക്. ഇപ്പൊ നമ്മളത് ബലം പിടിച്ചിട്ട് അത് മേടിക്കാന്നുണ്ടെങ്കിൽ അപ്പൊ വെളിച്ചെറിയൂട്ടോ അവള്. വെളിച്ചെറിയല്ല, അവളവിടെ ഇടും നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ വലിയ ഇതിന് പോവാതിരിക്കുകയാണ് നല്ലത്. അതുകൊണ്ട് പിടിച്ചു വാങ്ങാത്തതാണ്. അത് മതിയില്ലമ്മ. ഇത് വേണ്ടല്ലോ, അത് പറ്റ പൊടിയല്ലേ. ഏത്? ഇതേ വേണ്ട. ഇത് വേണ്ടല്ലോ. പൊന്നാ, അമ്മയ്ക്ക് ഓർക്ക ചൂല്. ശരി, ചൂല് കണ്ണില് കുത്തും. ഇത് പൊന്നാ, കുഞ്ഞാറ്റയ്ക്ക് അതെടുത്താ. അമ്മ അത് കൊണ്ടക്കേട്ടോ. കൊണ്ടക്ക്, വിറക് കൊണ്ടക്ക്. നമ്മുടെ അടുപ്പിൻ്റെ അവിടെ വെള്ളം കാഞ്ഞു പോകണു. അരി അടുപ്പത്തിട്ടില്ല. വിറകൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് പിന്നെ കുഞ്ഞാറ്റേനെ വെള്ളം ഒക്കെ ചൂടാക്കി കുളിപ്പിച്ചു. പിന്നെ അമ്മ അരിയൊക്കെ അടുപ്പത്തിട്ട് ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വെന്തിട്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളം കൂടിയും തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ അമ്മ അങ്ങനെ മീറ്റിങ്ങിന് പോയിട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചോറൊക്കെ വെന്ത് വാർത്ത് വെച്ചിട്ട്. അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഞാൻ കുളിക്കാൻ പോയിട്ടോ, അമ്മ പോകുന്നതിന് മുന്നേ തന്നെ. അപ്പം അലക്കാനും കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അലക്കലൊക്കെ കഴിഞ്ഞ് കുളിച്ചൊക്കെ വന്നപ്പോഴത്തേനും കുഞ്ഞാറ്റ കുറച്ചു നേരം ഒന്ന് ഉറങ്ങി. ആ ഉറങ്ങി നീച്ചപ്പോഴാണ് ഞാൻ വന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വന്നതും ഉറങ്ങി നീക്കലൊക്കെ ഒപ്പായതുകൊണ്ട് അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് അവളെ നിർത്തിയിട്ട് അമ്മ അങ്ങനെ മീറ്റിങ്ങിന് പോയിട്ടോ. അപ്പം അമ്മേനെ പെട്ടെന്ന് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അമ്മ അങ്ങനെ എന്തോ മീറ്റിംഗ്, അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിംഗ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് പോയിട്ടോ. അപ്പം ഇനി എന്തായാലും കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ വെക്കണ്ടേ.
എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നു എന്താപ്പം ഇന്ന് വെക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു. എന്തായാലും ഞാൻ പച്ചക്കറി കൊട്ടയിലൊക്കെ ഒന്ന് പോയി തപ്പിത്തരഞ്ഞ് നോക്കട്ടെ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അങ്ങനെ തപ്പിത്തരഞ്ഞ് നോക്കുമ്പോൾ അത് 2-3-4 തക്കാളി ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം എളുപ്പമുള്ള കറി, നമ്മുടെ നാടൻ കറി തക്കാളിച്ചാറ് വെക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ അതെന്തായാലും നമുക്കിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ പെട്ടെന്ന് വെക്കാനും പറ്റും, ഈസിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 2-3-4 പച്ചമുളകും കീറിയിട്ട് കുറച്ച് ചെറിയുള്ളിയും കീറിയിട്ട് വെക്കാലോ എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങനെ പ്ലാൻ ചെയ്തു കേട്ടോ. അങ്ങനെ ചട്ടിയൊക്കെ അമ്മ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കൂട്ടാൻ ചട്ടി. പിന്നെ ഞാൻ എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ ഒന്നും കൂടി കഴുകി. പിന്നെ ഇതാ തലയൊക്കെ അങ്ങനെ കെട്ടി വെച്ചിട്ടേ അതൊക്കെ മറന്നിരിക്കുകയായിരുന്നു കേട്ടോ, വെള്ളം തോരാൻ വേണ്ടിയിട്ട്. നല്ല ഇഷ്ടം പോലെ മുടിയൊന്നുമില്ല, എന്നാലും ഉള്ള മുടിയിലാണെങ്കിൽ വെള്ളം തോരൂല കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും കറിക്കുള്ള പച്ചമുളകൊക്കെ തപ്പിത്തരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ എരിവില്ലാത്ത മുളകാണ്, അപ്പോൾ കുഞ്ഞു മുളക് നോക്കിയിട്ട് നല്ല മൂക്കാത്ത മുളക് നോക്കിയിട്ട് ഒരു 2-3 എടുത്തിട്ട് കീറിയിടാലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. ചെറിയുള്ളി അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് നന്നാക്കണം. തക്കാളി കഴുകി കീറി ഇടണം. ഇതും പെട്ടെന്ന് എളുപ്പമാണ് കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കുക, പിന്നെ നല്ല രുചിയാണ്. നമുക്ക് നമ്മുടെ മുരിങ്ങത്താളിപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ നാടൻ കറികളാട്ടോ, പാലക്കാടൻ സ്റ്റൈലുള്ള നാടൻ കറികളാണ് മുരിങ്ങത്താളിപ്പൊക്കെ. അപ്പം അതുപോലെ എളുപ്പമുള്ളൊരു കൂട്ടാനും കൂടിയാണ് ഈ തക്കാളി രസം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, തക്കാളി കൂട്ടാൻ എന്നൊക്കെ പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക്, ചെറിയുള്ളി, തക്കാളി എല്ലാം കൂടി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ തിളപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യണ്ട, മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്യണ്ട. ചെയ്യണവരുണ്ട് കേട്ടോ, മഞ്ഞപ്പൊടിയൊക്കെ ആഡ് ചെയ്യണവരുണ്ട്, പക്ഷെ ഞങ്ങൾ മഞ്ഞപ്പൊടിയൊന്നും ഇടില്ല കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും നമ്മൾ തക്കാളിയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ കീറിയത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ, അപ്പോൾ അതിൻ്റെ തീ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും വേണ്ടില്ല, കുറച്ച് വിറകൊക്കെ ഇട്ടിട്ട് ചുള്ളൽ രാവിലെ പൊട്ടിച്ചതിൻ്റെ കുറച്ച് ചീകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പൊടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇട്ടിട്ട് വേഗം തീ പിടിപ്പിക്കാലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എന്താ തീ ആവശ്യത്തിന് കത്തിപ്പിടിക്കില്ലല്ലോ, അത് എപ്പോഴത്തേം വിഷയമാണല്ലോ. നമ്മൾ ആവശ്യത്തിന് പെട്ടെന്നൊന്ന് കത്തിപ്പിടിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ചെറിയ ചുള്ളലിട്ടാലും ശരി തീ കത്തില്ല. അപ്പം പിന്നെ നമ്മൾ ആദ്യം തീ പിടിപ്പിക്കണം. പിന്നെ ഇനി ഇതിലേക്ക് പിന്നെ എന്തെങ്കിലും ഇനിയിപ്പോൾ ഒരു തൊട്ടുകൂട്ടാൻ എന്തെങ്കിലും വേണമല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കാതിരിക്കുക എന്നാ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം പപ്പടം കാച്ചേൻ്റെ ഒരു 5-6 ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കണം. പിന്നെ ഇപ്പോൾ എന്താ ഇപ്പോൾ മുളക് എന്തായാലും പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ അത് നല്ല എരിവില്ലാത്ത മുളകാണെന്ന് കാണുമ്പോൾ തോന്നുന്നുണ്ട്, അധികം മൂത്തിട്ടുമില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം 100 പച്ചമുളക് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ അവിടെ ഒന്നും കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റില്ല. ഒന്നാമത് ചൂടും തണുപ്പും എല്ലാം കൂടി ഒപ്പം വരുന്നതുകൊണ്ട് ഇപ്പോൾ എന്താണെന്നറിയോ, പിന്നെ നമുക്ക് മാറ്റി വയ്ക്കാൻ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അളിഞ്ഞ് കേടാവും കേട്ടോ. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഒരു 100-50 അങ്ങനെയൊക്കെ കൊണ്ടുവരാറ്. അപ്പോൾ എന്തായാലും നമുക്കിനി ആ പച്ചമുളകും കൂടി ഉപ്പ് നിറച്ചിട്ട് അതും കൂടി പൊരിച്ചെടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട്. നമ്മുടെ ഈ നാടൻ കറികൾ ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഇതന്നെയായിരുന്നു കറി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ വലിയ കുശാലെന്നുള്ള അന്നൊക്കെ ഇങ്ങനെ കറി വെക്കുക എന്ന് പറഞ്ഞിട്ട് നല്ല എന്താ പറയുക ടിപ്പായിട്ട് കറി വെക്കണ പോലെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളിയും പച്ചമുളക് ചെറിയുള്ളിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഒന്ന് വന്ന് വരുമ്പോഴത്തേന് നമുക്കിനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താണ്ടല്ലോ നമ്മുടെ തക്കാളിക്കൂട്ടം റെഡി ആയിട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്ന് വെച്ച് നോക്ക്, ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് എന്തെങ്കിലും വല്ല ഉണക്കല മീനോ അതേപോലെ അങ്ങനെ പച്ചമുളക് വറുത്തതോ അല്ലെങ്കിൽ പിന്നെ പപ്പടം പൊരിച്ചതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കൂട്ടിയിട്ട് കഴിച്ചു നോക്കി നോക്ക് കേട്ടോ. ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചിട്ട് കഴിച്ചു നോക്കി നോക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് റിസൾട്ട് പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ നാടൻ കറികളൊക്കെ ഇതാക്കിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുളക് പൊരിച്ചെടുക്കാനുള്ളത് നമ്മളിതാ കീറിയിട്ട് അങ്ങനെ ഇതാ അതിൽ ഉപ്പൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ പൊരിച്ച് എടുത്തിട്ടുണ്ട്. പപ്പടം കാച്ചി ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നതും അതേപോലെ തന്നെ മുളക് ഇതാ പൊരിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ എന്ന് പറയുന്നത്. അതന്നെ കളഞ്ഞില്ലേ, കളഞ്ഞു നീക്കി കഴിച്ചിട്ട് അങ്ങനെ കളഞ്ഞു മുപ്പത്തി. തക്കാളിച്ചാറ് മുളക് ഒഴിച്ചത്. എന്താ കുഞ്ഞാറ്റേ എന്നോട് ആരപ്പ അത് കളയാൻ പറഞ്ഞേ? അവള് നീക്കി നീക്കി കളഞ്ഞതാണ്. ഒതുക്കി വെക്കാത്തോണ്ട പോയതല്ലേ ഇപ്പൊ അത് പാകത്തിന് ഒക്കെ വിട്ടിട്ട് കൊണ്ടുവന്നതല്ലേ. കരയണ്ട, കരയണ്ടേ നമ്മുടെ കുട്ടി കരയണ്ട.
ഇല്ല നമ്മുടെ പൊന്നിന് ഇതാ പപ്പടം പപ്പടം നമ്മുടെ കുട്ടി ഇല്ല വേറെ തരാം വേറെ കഞ്ഞി തരാം വേറെ അവള് എന്താണ് കഞ്ഞിയൊക്കെ കൊടുത്തു അത് തട്ടി തൂത്തുക്കണം ഇപ്പൊ ആദ്യം അവൾക്ക് കൊടുക്കട്ടെ കേട്ടോ കഞ്ഞി സാരല്ല നമുക്ക് കഞ്ഞി വേറെ എടുക്കാം എൻ്റെ വാസി ഒന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ ചേച്ചിര ഇനി അമ്പലത്തിലൊക്കെ കുട്ടിക്ക് നാൾക്ക് കൊടുക്കണേ കളയാതെ കഴിക്കട്ടാ പൊട്ടിക്കണ്ട പൊന്നാ നാളെ പോണത് നാളെ പോവാല്ല ഇന്ന് സമയമില്ല ആധാർ കാർഡ് വേണല്ലേ ആധാർ കാർഡ് മുക്കും അപ്പൊ ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ ധോനി ബേബി അത് അവിടെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ